പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തിയേക്കും. FCRA ബിൽ അവതരിപ്പിക്കാൻ സാധ്യത. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ലും പാർലമെന്റിൽ അവതരിപ്പിക്കും. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയും വരെ പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ നിന്ന് നമ്മൾ കണ്ടത് അതുതന്നെയാണ്. അതിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തിയേക്കും എന്ന തരത്തിലും വിവരങ്ങൾ വരുന്നു. പക്ഷെ നേരത്തെ കേട്ടിരുന്നത് ഈ FCRA ബിൽ ബുധനാഴ്ചയായിരിക്കും അവതരിപ്പിക്കുക, അപ്പോഴായിരിക്കും അമിത്ഷാ എത്തുക എന്നല്ലേ നമ്മൾ കേട്ടിരുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ വരികയാണോ? മയ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ന് പാർലമെന്റിന്റെ സമ്മേളനം ചേരാൻ പോകുന്നത്. ഇന്നും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിന് തന്നെയായിരിക്കും പാർലമെന്റ് സാക്ഷ്യം വഹിക്കുക. അമിത്ഷാ എത്തുന്ന കാര്യത്തിൽ മായ ചൂണ്ടിക്കാട്ടിയതുപോലെ FCRA ബില്ല് ഇന്ന് അവതരിപ്പിക്കുമോ എന്നുള്ളത് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ്. ബില്ലിന്മേലുള്ള ചർച്ച ബുധനാഴ്ചയായിരിക്കും എന്ന കാര്യവും അമിത്ഷാ നേരത്തെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അതിന്റെ ബില്ലിന്റെ അവതരണം ഇന്ന് നടന്നാൽ പോലും ചർച്ച ബുധനാഴ്ച നടക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ന് അമിത്ഷാ എത്തിയേക്കും എന്നുള്ള സൂചനകൾക്ക് കാരണം പാർലമെന്റിൽ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 4 ബില്ലുകളിൽ 2 ബില്ലുകൾ അവതരിപ്പിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അതിൽ ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ, കൂടാതെ സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരള എന്നതിന് കേരളം എന്നാക്കുന്ന ബിൽ. ഈ 2 ബില്ലും അവതരിപ്പിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം തന്നെ അവതരിപ്പിക്കണമെന്ന നിർബന്ധമില്ല. അമിത്ഷാ ലോക്സഭയിൽ എത്തിയിട്ടില്ലെങ്കിൽ സഹമന്ത്രിമാർ ഈ ബില്ല് അവതരിപ്പിക്കും. ഏതായാലും ഇന്നും പാർലമെന്റ് സമ്മേളനം ചേരുമ്പോൾ ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷത്തിന്റെ നിലപാട് തന്നെയായിരിക്കും നിർണായകമാവുക. ഈ വർഷകാല സമ്മേളനത്തിലുടനീളം പരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്റെ ചർച്ചകൾക്കപ്പുറം മറ്റ് ക്രിയാത്മകമായ ചർച്ചകൾ നടക്കാനോ പാർലമെന്റിന്റെ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനോ സമ്മതിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. ആദ്യം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച, പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഇപ്പോൾ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ലോക്സഭയും രാജ്യസഭയും നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. അമിത്ഷാ മറുപടി പറയുന്നതുവരെ ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുകൊണ്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. 13-ാം തീയതി വരെയാണ് നിലവിൽ വർഷകാല സമ്മേളനത്തിന്റെ, അതായത് വ്യാഴാഴ്ച വരെയാണ് വർഷകാല സമ്മേളനം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ FCRA ബില്ലാണ് പാർലമെന്റിൽ വരാനുള്ള നിർണായകമായ ബില്ല്. മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം, ഭരണഘടനാ ഭേദഗതി ബിൽ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഭരണഘടനാ ഭേദഗതി ബിൽ ആയതുകൊണ്ട് തന്നെ 3-2 ഭൂരിപക്ഷം ലോക്സഭയിൽ 360 അംഗങ്ങളുടെ പിന്തുണ ബില്ല് പാസാക്കുന്നതിന് ആവശ്യമാണ്. നിലവിൽ വിവിധ കക്ഷികളിൽ നിന്ന് എത്തി NDAയിൽ എത്തിയിട്ടുള്ള അംഗങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴും ഒപ്പം DMKയും അകാലിദളും ഉൾപ്പെടെയുള്ള പാർട്ടികൾ പുറത്തുനിന്ന് പിന്തുണച്ചാൽ പോലും 360 എന്ന സംഖ്യയിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാരിന് നിലവിൽ സാധിക്കില്ല. അതുകൊണ്ട് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ അടുത്ത സമ്മേളന കാലത്തിലേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. FCRA ബില്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. മുൻകാല പ്രാബല്യം ഈ നിയമവുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്ന ഉറപ്പ് ആഭ്യന്തരമന്ത്രി ആ കൂടിക്കാഴ്ചയിൽ നൽകുകയും ചെയ്തിരുന്നു.